രവിപുരത്ത് ഗുരു നൽകിയ സന്ദേശത്തിൽ തന്നെ പറഞ്ഞത് ജാതിഭേദം, മതദ്വേഷം. ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഗുരുക്കന്മാരും മുനിമാരും പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒന്ന് തന്നെയാണ് എന്നാണ്. ഇപ്പോൾ സാരാംശത്തിൽ എല്ലാം ഒന്നാണെന്നറിയുന്ന ഒരാൾക്ക് അന്യമതങ്ങളോട് ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകുകയില്ല. ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് പരസ്പര ബഹുമാനത്തോടുകൂടി എല്ലാ മതവിശ്വാസികളും ജീവിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവനും യുദ്ധങ്ങളുടെ പ്രശ്നങ്ങളിലും അതിന്റെ ചൂടിലും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി എന്താണ്, പോംവഴി എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് ശരിക്കും മനുഷ്യന്മാരുണ്ടായ കാലം മുതലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 1924 ഈ യുദ്ധങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ കാരണങ്ങളായി പറഞ്ഞു വരുന്ന കാരണങ്ങളിൽ ഒന്ന് മതം എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സർവ്വമത സമ്മേളനം എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കാൻ സാധിച്ചത്? 1924 മാർച്ച് മാസം 3, 4 തീയതികളിലാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശത്തോടു കൂടി ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അങ്ങനെ വിളിക്കാനുള്ള ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഒരു പക്ഷേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. 1921 മലബാർ കേന്ദ്രീകരിച്ച് അന്ന് വലിയൊരു ലഹള നടന്നു. ആ ലഹളയെക്കുറിച്ച് മാപ്പിള ലഹള എന്നുള്ള പേരിലും അത് വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു എന്നും അതൊരു കാർഷിക കലാപമായിരുന്നു എന്നും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അതിൻ്റെ പ്രത്യക്ഷമായ ഫലം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ രൂപത്തിലായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അക്കാലത്ത് വലിയൊരു മതങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയൊരു വിടവ് പ്രത്യക്ഷപ്പെടുകയും അത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും വ്യാപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ 1924 ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗുരുവിന് പ്രേരണയായി ഭവിച്ചത് ഈ ഒരു സാമൂഹ്യ സാഹചര്യമായിരിക്കാം. എന്നാൽ അതാണോ വാസ്തവത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് തന്നെ മതത്തെ മുൻനിർത്തിയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഗുരു വളരെ മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രവിപുരത്ത് ഗുരു നൽകിയ സന്ദേശത്തിൽ തന്നെ പറഞ്ഞത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ്. 1890കളിലാണ് ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്. അതിൽ 44 മുതലുള്ള പദ്യങ്ങൾ പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം എന്നോ, പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല പരമതവാദിയതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണമെന്ന്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം എന്നും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ മതദർശനം നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. അനുകമ്പാ ദശകം എന്നൊരു കൃതി ഗുരു 1920കളുടെ തുടക്കത്തിൽ തന്നെ രചിച്ചു. അപ്പോൾ അതിൽ നാളിതുവരെ ലോകത്തുണ്ടായിരുന്ന മതഗുരുക്കന്മാരെ അതിലിങ്ങനെ സൂചിപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. പരമാർത്ഥമുരച്ച് തേറോടും പൊരുളോ ഭൂതദയ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. അവിടെ ശങ്കരാചാര്യരെയും വർദ്ധമാന മഹാവീരനെയും അതുപോലെ പരമാർത്ഥമുരച്ച് തേർതെളിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അപ്പോൾ ആ രണ്ടാമത്തെ പദ്യത്തിൽ വരുന്നത് അവിടെ ശ്രീരാമചന്ദ്രനെയും അതുപോലെ ശ്രീബുദ്ധനെയും നരദിവ്യാകൃതി പൂണ്ട ധർമ്മം, പരമേശ പവിത്രപുത്രൻ ക്രിസ്തുദേവൻ, കരുണാവാൻ നബി മുത്തുരത്നം. അപ്പോൾ ഇങ്ങനെ ലോകത്തുണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെ, മഹാപ്രവാചകന്മാരെ ഒക്കെ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലശ്രുതിയിൽ ഗുരു പറയുന്നത് അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളത് ഒന്ന് താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനു എന്നാണ്.
ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഗുരുക്കന്മാരും മുനിമാരും പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒന്ന് തന്നെയാണ് എന്ന് അനുകമ്പാ ദശകത്തിൻ്റെ ഫലശ്രുതിയിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ മതദർശനം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ബാഹ്യമായ ചട്ടക്കൂടും മതത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതല്ല ഗുരു നോക്കുന്നത്. അതെല്ലാം വ്യത്യസ്തമാണ്. ഓരോ മതത്തിനും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഗുരു വ്യക്തമായി പറഞ്ഞ പല മത സാരവും ഏകം. സാരമായി നിൽക്കുന്ന പൊരുളാണ് ഒന്നായിരിക്കുന്നത്. കാരണം എല്ലാ മതങ്ങളും ഈ പ്രപഞ്ചത്തിന് കാരണമായൊരു പൊരുളുണ്ട് എന്ന് കരുതുന്നു. ആ പൊരുളിനെ പല പേരിട്ട് വിളിക്കുന്നുവെങ്കിലും സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സത്യവും ധർമ്മവും ദയയും ശാന്തിയും കാരുണ്യവും അനുകമ്പയും സാഹോദര്യവും ഒക്കെയാണ് എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. അങ്ങനെ സാരമായി നിൽക്കുന്ന സത്യം ഒന്നാണ് എന്ന വലിയൊരു കണ്ടെത്തലാണ് ഗുരു നടത്തിയത്. അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രക്ഷേപിക്കുന്നതിന് വേണ്ടിയും കൂടിയായിരുന്നു ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അപ്പോൾ ആ സർവമത സമ്മേളനത്തിന് ഇന്നത്തെ ഈ ലോകത്തും വലിയ പ്രാധാന്യമുണ്ട്. ചോദ്യം അങ്ങനെയായിരുന്നല്ലോ. അന്നും യുദ്ധങ്ങളുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധമൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന സന്ദർഭത്തിലാണ് നടന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരതയും അതിൻ്റെ വലിയ വിനാശവും ഗുരു നേരിട്ട് കണ്ടിട്ടുള്ളയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഗുരുവിൻ്റെ കർമ്മങ്ങളിലെല്ലാം തന്നെ ഗുരു ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിന് ഇന്നും മുതിർന്നിട്ടില്ല. ഒരു തുള്ളി രക്തം പോലും ചിന്തിയിട്ടില്ല. ഒരു ശത്രുവിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഗുരു തൻ്റെ ആത്മപ്രഭാവത്താൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാഴ്ചപ്പാടിന് ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും, അത് ഇസ്രായേലിലായാലും അല്ലെങ്കിൽ മറ്റ് റഷ്യയിൽ നിന്ന് വിഘടിച്ച രാജ്യങ്ങളിലായാലും അങ്ങനെ പല കോണുകളിലും ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും മതത്തെ മുൻനിർത്തി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ ഗുരു അന്നേ നിർദ്ദേശിച്ചത് സമബുദ്ധിയോടുകൂടി എല്ലാവരും എല്ലാ മതങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂലതത്വങ്ങളെങ്കിലും പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ സാരാംശത്തിൽ എല്ലാം ഒന്നാണെന്നറിയുന്ന ഒരാൾക്ക് അന്യമതങ്ങളോട് ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകുകയില്ല എന്നാണ് ഗുരു കണ്ടത്. ഇപ്പൊ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാ ആ ഒരു വർഷം മുതൽ ഇപ്പോ വരെയുള്ള? അദ്വൈതാശ്രമം കേന്ദ്രീകരിച്ചും, അദ്വൈതാശ്രമം എന്ന് പറയുന്നത് വർക്കല ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ ശിവഗിരി മഠം പ്രധാനമായും മുൻകൈ എടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലും ഈ സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയ കേന്ദ്രമായിട്ടുള്ള റോമിലുള്ള വത്തിക്കാനിൽ വെച്ച് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്നിധിയിൽ, മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയ അനുസ്മരണമായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തതാണ്. അപ്പോൾ അന്ന് അതുപോലെ ലോകത്തിൻ്റെ പല കോണുകളിൽ, ഇംഗ്ലണ്ടിൽ നടന്നു, അമേരിക്കയിൽ, ഇനിയിപ്പോൾ ഈ 12-ാം തീയതി ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുവാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ കേരളീയ സമൂഹം ഈ സർവമത സമ്മേളനത്തിൻ്റെ ഒരു സാരാംശം ഉൾക്കൊള്ളുകയും ഇവിടെയുള്ള ഒട്ടേറെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പലയിടങ്ങളിലും നടത്തുകയും അതിലെ സന്ദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള സന്ദേശം അവർ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്വൈതാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ പല മീറ്റിങ്ങുകളിലും പല പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച്, അതിൽ ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട്, അവരൊക്കെ സംഘടിപ്പിച്ച മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും എനിക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനമായിട്ട്. അദ്വൈതാശ്രമം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്ന്, ആരെയും അകറ്റി നിർത്തുന്നില്ല,
പറ്റില്ല. ഇന്നാണ് ഒരു സർവ്വമത സമ്മേളനം നടത്തുന്നതെങ്കിൽ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആയിരിക്കും? പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തായിരിക്കും? അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെല്ലുവിളി ഒന്നും തന്നെയില്ല. കാരണം 1924 സർവ്വമത സമ്മേളനം നടത്തിയതിന് ശേഷം എല്ലാ വർഷവും ഈ ശിവരാത്രി നാളിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവ്വമത സമ്മേളനം നടക്കുന്നുണ്ട്. അതിനങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളിയില്ല. എല്ലാ മതപണ്ഡിതന്മാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവരതാത് മതങ്ങളെക്കുറിച്ച് അവിടെ പ്രസംഗിക്കാറുണ്ട്. അത് അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമായിട്ട് പലപ്പോഴും വന്നു ചേരാറില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾ അടക്കം പത്രമാധ്യമങ്ങളടക്കം അതിന് പ്രാധാന്യം വേണ്ടത്ര കൊടുക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. വാസ്തവത്തിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് പരസ്പര ബഹുമാനത്തോടു കൂടി എല്ലാ മതവിശ്വാസികളും ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മതവും ഒരു മതത്തേക്കാൾ ഉയരെയുമല്ല താഴെയുമല്ല. എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഈ സർവ്വമത സമ്മേളനം എല്ലാ വർഷവും നടത്തുന്നുണ്ടെങ്കിലും അത് താഴെ അല്ലെങ്കിൽ കോമൺ പീപ്പിളിലേക്കുള്ളൊരു അവയർനെസ് അത് എത്തുന്നില്ല. നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ ഭരണകർത്താക്കൾക്ക് അതിലൊരു നല്ല പങ്കില്ലേ? സ്വാമിജി പറഞ്ഞ പോലെ ഇതിനൊരു പരസ്യമോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യമോ ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു BJP ഭരണം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ കുറച്ചും കൂടിയൊക്കെ ഇതിന് അതിനങ്ങനെ ഒരു പ്രാധാന്യം നൽകേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് ബന്ധപ്പെട്ടവരത് ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് ഇത് എല്ലാവരിലേക്കും എത്തിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയും അത് ഉപയോഗിക്കുന്നവർക്ക് തന്നെ ആയിരിക്കില്ല അങ്ങനെയാണ് വരും. അത് ഉപയോഗിക്കുന്നു. അതായത് ഇത്തരം മതങ്ങളെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും അല്ലേ നല്ലതല്ലാത്ത രീതിയിലോ മറ്റുമായിട്ട്. അതെ. ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൻ്റെ പല കോണുകളിലും ഇപ്പോൾ ഈ മതത്തെ മുൻനിർത്തിയുള്ള തീവ്രവാദ ചിന്താധാരകളൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ആത്യന്തികമായിട്ട് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനൊരു ഭീഷണിയാണ്. അത് ഏത് മതത്തിൻ്റെ ഭാഗത്തു നിന്ന് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് അത് ഭരണകർത്താക്കൾ അതിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയൊരു പങ്ക് നിർവഹിക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം നടന്നാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും.